കാലവർഷം ശക്തമായതോടെ മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. എറണാകുളം പനിച്ചു വിറയ്ക്കുന്നു. ദിനംപ്രതി പനി ബാധിതരുടെ എണ്ണം 500-ന് മുകളിൽ. എലിപ്പനി, മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷം. അടിയന്തര സാഹചര്യം നേരിടാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം. കാലവർഷം കനത്തതോടെ എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷം. എടവനക്കാട്, വൈപ്പൻ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. ആലുവയിൽ ചുഴലിക്കാറ്റിൽ 14 വീടുകൾക്ക് നാശനഷ്ടം. സംസ്ഥാനത്ത് നിന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. പ്രതിഷേധം +1 സീറ്റ് സമരത്തിനെതിരായ പോലീസ് നടപടിക്കെതിരെ. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബന്ദിനാഹ്വാനം. +1 സീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ ചർച്ച ഇന്ന്. മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായത് SFI കൂടി പ്രതിഷേധവുമായി എത്തിയതോടെ. +1ലേക്ക് ഇതുവരെ സ്ഥിരം പ്രവേശനം നേടിയത് 3.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കണ്ണൂരിലെ CPIM നേതാക്കൾക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമെന്ന ആരോപണം. പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു C. തോമസ്. മനസ്സും അടുത്ത് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചെന്ന് മനു C. മാത്യു ന്യൂസ് മലയാളത്തോട്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ മരിച്ച മലയാളി CRPF ജവാൻ വിഷ്ണുവിന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്തെത്തിച്ചു. സംസ്കാരം ഇന്ന് ഔദ്യോഗിക ബഹുമതികളോടെ കരിമൺകോട് ശാന്തി കുടീരത്തിൽ. അന്തിമോപചാരം അർപ്പിച്ച് മേയർ അടക്കമുള്ളവർ. ഹണി ട്രാപ്പ് കേസിലെ പ്രതിയായ യുവതിയുടെ പേരിൽ നിരവധി തട്ടിപ്പ് കേസുകൾ. വ്യാജ ID കാർഡ് ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ പോലും ഇരയാക്കി. കബളിപ്പിക്കപ്പെട്ടവരിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും. ഏണിച്ചിറയിൽ നിന്ന് പിടികൂടിയ കടുവ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിൽ. സുൽത്താൻ ബത്തേരിയിലെ 2 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം നെയ്യാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. 3 പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് തീറ്റയെടുത്തിട്ട് 2 ആഴ്ചയായെന്ന് നിഗമനം. കൊച്ചി മാടവനയിൽ അപകടത്തിൽപ്പെട്ട കല്ലട ബസ്സിൽ നിയമലംഘനമെന്ന് കണ്ടെത്തൽ. സ്പീഡ് ഗവർണർ ഊരിയിട്ടിരുന്നതായി MVD. പരിശോധന ഗതാഗത മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന്. മദ്യനയക്കേസിൽ അരവിന്ദ് കെജ്രിവാളിന് നൽകിയ ജാമ്യം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി ഇന്ന്. കോടതിയിൽ വാദങ്ങൾ എഴുതി നൽകിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സ്റ്റേ ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ഇന്ത്യയെ തടവിലാക്കിയ കാലത്തിന്റെ കറുത്ത ദിനങ്ങൾക്ക് അരനൂറ്റാണ്ട് പഴക്കം. അടിയന്തരാവസ്ഥയ്ക്ക് 49 വയസ്സ്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടത് 18 മാസം. ലോക്സഭയിൽ ഇന്നും MPമാരുടെ സത്യപ്രതിജ്ഞ തുടരും. രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ് തുടങ്ങിയവരുടെയും സത്യപ്രതിജ്ഞ ഇന്ന്. ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത് 262 MPമാർ. NDAയുടെ ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥി ഇന്നറിയാം. ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തി BJP. പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കില്ല. T20 ലോകകപ്പിൽ ഓസ്ട്രേലിയയെ 24 റൺസിന് തകർത്ത് ഇന്ത്യ സെമി ഫൈനലിൽ. 205 റൺസ് പിന്തുടരുന്ന ഓസീസ് 20 ഓവറിൽ 183. 92 റൺസെടുത്ത രോഹിത് ശർമ്മ കളിയിലെ താരം. സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. ഓസ്ട്രേലിയയുടെ സെമി സാധ്യത തുലാസിൽ. ഓസ്ട്രേലിയക്കെതിരെ റെക്കോർഡ് നേട്ടവുമായി രോഹിത് ശർമ്മയുടെ ഉജ്ജ്വല ഇന്നിംഗ്സ്. ബാബർ അസമിനെ മറികടന്ന് 2020 റൺ വേട്ടയിൽ ഒന്നാമൻ. അന്താരാഷ്ട്ര 2020യിൽ 200 സിക്സർ നേടുന്ന ആദ്യ താരം. ഒരു രാജ്യത്തിനെതിരെ ഏറ്റവും അധികം സിക്സർ എന്ന നേട്ടത്തിൽ ക്രിസ് ഗെയിലിനൊപ്പം.
കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ഇന്നിറങ്ങും. ആദ്യ മത്സരത്തിൽ എതിരാളികൾ കോസ്റ്റാറിക്ക. മത്സരം 6:30. അർജന്റീന നാളെ ചിലിക്കെതിരെ. യൂറോ കപ്പിൽ ഇറ്റലി നോക്കൌട്ടിൽ. അവസാന നിമിഷത്തിലെ ഗോളിൽ ക്രൊയേഷ്യയുടെ സമനില പിടിച്ചെടുത്തു. ക്രൊയേഷ്യയുടെ പ്രീ ക്വാർട്ടർ സാധ്യത മങ്ങി. അൽബേനിയയെ തോൽപ്പിച്ച് സ്പെയിൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ. യൂറോ കപ്പിൽ ഇന്ന് ജീവൻ മരണ പോരാട്ടം. നോക്കൌട്ട് പ്രതീക്ഷയുമായി ഫ്രാൻസ് പോളണ്ടിനെയും നെതർലൻഡ്സ് ഓസ്ട്രേലിയയും നേരിടും. ഇംഗ്ലണ്ടിന് ഇന്ന് സ്ലൊവേനിയ എതിരാളികൾ. നോക്കൌട്ട് ഉറപ്പിക്കാൻ വമ്പൻ ടീമുകൾക്ക് ജയം അനിവാര്യം.